ഒരു 4ാമത്തെ ഒരു സ്റ്റേജിലെ ലങ് ക്യാൻസർ ഒരു ഡെത്ത് സെന്റൻസ് ആണെന്ന് പറയുന്നത്. അതേപോലെ സ്മോക്കിംഗ് സെസേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് പുകവലി നിർത്തിയാൽ തന്നെ ലങ് ക്യാൻസർ തടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ലങ് ക്യാൻസറുടെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടതെന്ന് തോന്നുന്നു. ലങ് ക്യാൻസർ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പുകവലി സിഗരറ്റ് സ്മോക്കിംഗ് തന്നെയാണ് ലങ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് എന്താ, പുകവലിക്കുന്നവർ മാത്രമാണോ ലങ് ക്യാൻസർ ഉണ്ടാവുന്നത്? അല്ല, നമുക്കിപ്പോ ഒത്തിരി സ്ത്രീകളിലും ലങ് ക്യാൻസർ, പുകവലിക്കാത്ത സ്ത്രീകളിലും ലങ് ക്യാൻസർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാസീവ് സ്മോക്കിംഗ് ആണ് അതിന്റെ ഏറ്റവും ഒരു മേജർ കാര്യം. അതായത് ഒരു വ്യക്തി പുകവലിക്കുന്നില്ലെങ്കിൽ തന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാർ പുകവലിക്കുന്നതിലൂടെ അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതെ, അഖില, നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും തന്നെ സ്മോക്കേഴ്സ്. ഈ സിഗരറ്റ് സ്മോക്കിംഗ് മാത്രമല്ല, ഈ വീട്ടിലുള്ള പുക, റോഡിൽ കൂടെ നടക്കുമ്പോൾ വെഹിക്കിൾസ്, വണ്ടികളുടെ പുക, ഇതെല്ലാം പുകകൾ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആവശ്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും സ്മോക്കേഴ്സ് ആണ്. ഈ പുകകൾ, ബാക്കി എല്ലാ പുകകളും, ഏത് പുക ആയിക്കോട്ടെ, അതാണ് ഏറ്റവും വലിയ കാരണം, ലങ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമെന്ന് തോന്നുന്നു. ബാക്കി പിന്നെ ഈ പറഞ്ഞിരുന്ന പോലെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ, റേഡിയേഷൻ, വേറെ വഴിയുള്ള റേഡിയേഷനുകൾ കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം അർബുദം ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ പുകവലിക്കാത്ത സ്ത്രീകളിൽ പോലും ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ലങ് ക്യാൻസർ കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ക്യാൻസറുകളുടെ 2ാമത്തെ ക്യാൻസർ ലങ് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ ലങ് ക്യാൻസർ എങ്ങനെ നമ്മൾ ഡിറ്റക്ട്, എന്ത് കാരണങ്ങൾ, എങ്ങനെയാണ് ലങ് ക്യാൻസർ ആണ് എന്ന് മനസ്സിലാവുന്നത്? നമുക്ക് സാധാരണ നമ്മുടെ പേഷ്യൻസ് വരുന്നത് വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം ചുമച്ചെടുക്കുക, അതുപോലെ ശരീരഭാരം കുറയുക, നെഞ്ചുവേദന, ശ്വാസം തടസ്സം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അവർ സാധാരണ കാണിക്കുന്നത്. എന്നാൽ പലർക്കും ഒരു സിംറ്റംസ് ഇല്ലാതെ പോലും ലങ് ക്യാൻസർ ഉണ്ടാകാം. പല വേറെ കാരണങ്ങൾ കൊണ്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ലങ് ക്യാൻസർ കാണാം. അതെ. അപ്പൊ മിക്കവാറും നമ്മുടെ അടുത്ത് ക്യാൻസർ രോഗി ഒരു ഓങ്കോളജിസ്റ്റിന്റെ അടുത്തല്ല ക്യാൻസർ ആണെന്ന് പറഞ്ഞെത്തുന്നത്. പലപ്പോഴും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റ് ആണ് ലങ് ക്യാൻസർ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരാമെന്ന് തോന്നുന്നു. അതെ, സത്യമാണ്. അപ്പോൾ ഒരു ഇൻസിഡന്റലി ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു മുഴ ലങ് ക്യാൻസർ ആകാം. അപ്പൊ അതിന് ഏറ്റവും പ്രോപ്പറായിട്ട് വേണ്ട ഇവാലുവേഷൻ ആണ്. ഡോക്ടർ ഭവിയുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ലങ് ക്യാൻസർ ഇങ്ങനെ ഒരു സിംറ്റംസ് ആയിട്ട് ഒരാൾ വരുമ്പോൾ, ചുമ, വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ കഫത്തിൽ രക്തം കാണുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് നോക്കുന്ന ഒരു ചെസ്റ്റ് എക്സ്റേ തന്നെയാണ്. എക്സ്റേ അതൊരു മിക്കവാറും ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റ് തന്നെ ആയിരിക്കാം. എക്സ്റേ ആണ് ആദ്യം നമ്മൾ എടുത്ത് നോക്കുക. എക്സ്റേയിൽ പക്ഷെ എപ്പോഴും നമുക്ക് തടിപ്പുകൾ അല്ലെങ്കിൽ മുഴകൾ കാണണമെന്നില്ല. ചിലപ്പോൾ അതിന്റെ കൂടെയുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ, കഴുത്തിൽ എന്തെങ്കിലും തടിപ്പുകളുണ്ടോ, നെഞ്ചിൽ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും നോക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ടോ, ഇതെല്ലാം നമുക്ക് ഇത് ലങ് ക്യാൻസർ ആയേക്കാം എന്നുള്ള സൂചനകൾ തരും. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പിന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ CT സ്കാൻ അല്ലെങ്കിൽ പെറ്റ് സ്കാൻ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ് നമ്മൾ മുട എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നിന്ന് കുത്തിപ്പരിശോധന ചെയ്ത് അസുഖം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അധികം താമസം ഇല്ലാതെ അസുഖം സ്ഥിരീകരിക്കാം. നമ്മൾ ഈ കുത്തിപ്പരിശോധന എന്ന് പറഞ്ഞ നമ്മൾ എങ്ങനെയാ, എവിടെ നിന്നൊക്കെ എടുക്കുന്നത്, എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഞങ്ങൾ യൂഷ്വലി എടുക്കാൻ സാധ്യതയുള്ള ഒന്നുകിൽ CT സ്കാൻ വെച്ച് നമ്മൾ നെഞ്ചിലൂടെ ബയോപ്സി എടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ നൂതനമായ ടെക്നോളജി അനുസരിച്ച് നമുക്ക് ബ്രോങ്കോസ്കോപ്പ്, അതായത് എൻഡോസ്കോപ്പിക്കലി നമുക്ക് മുഴ കാണാൻ സാധിക്കുകയാണെങ്കിൽ ബയോപ്സി എടുക്കാവുന്നതാണ്. മുഴ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ എൻഡോസ്കോപ്പിലൂടെ കടത്തിവിടാവുന്ന അൾട്രാസൗണ്ട് വെച്ച് നമുക്ക് ബയോപ്സി എടുക്കാൻ സാധിക്കുന്നതാണ്. നെഞ്ചിനുള്ളിലെ കടലകളൊക്കെ പരിശോധനിക്കണമെങ്കിൽ ഈ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സിയാണ് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതെ, നമ്മുടെ ക്യാൻസർ സെന്ററിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അസുഖം ഇതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്റ്റേജ് നിർണ്ണയിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ CT സ്കാൻ അല്ലെങ്കിൽ പെറ്റ് സ്കാൻ വഴി നമ്മൾ അതിന്റെ സ്റ്റേജ് നിർണ്ണയിക്കുന്നു. അപ്പം സ്റ്റേജ് അനുസരിച്ചാണെന്ന് തോന്നുന്നു നമ്മൾ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് പോകുന്നു. നമ്മൾ സ്റ്റേജ് അനുസരിച്ചാണ് മുന്നോട്ടുള്ള ചികിത്സകൾ തീരുമാനിക്കുന്നത്. ഏർലി സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ നമുക്കിപ്പോൾ കഴലുകളിലൊന്നും അസുഖമില്ല, ലങ്സിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള അസുഖം മാത്രമേ ഉള്ളെങ്കിൽ നമുക്കത് സർജറി കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് നീക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ സർജറി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ലങ്സ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുക എന്നുള്ള സർജറി ആയിരുന്നു. അതിനുശേഷം ഈ സർജറിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ആൾക്കാർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷെ ഇപ്പോഴത്തെ നൂതനമായ ടെക്നോളജി വെച്ച് നമുക്ക് ആ മുഴ മാത്രം നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇൻവോൾവ് ആയിരിക്കുന്ന ഭാഗം മാത്രം നീക്കം ചെയ്യാനോ സാധിക്കുന്നതാണ്. വലിയ മുറിവുകൾ പോലും ഇല്ലാതെ ചെറിയ 5 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള മുറിവുകൾ കൊണ്ട് മാത്രം തൊറക്കോസ്കോപ്പിക്കലി ഇതെടുത്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിലൂടെ ചികിത്സ രോഗത്തെക്കാട്ടും വലിയൊരു ബുദ്ധിമുട്ടാകാതെ ചികിത്സ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറാൻ സാധിക്കുന്നതാണ്. അഖിൽ പറയുന്നത് നമ്മൾ
ഏർലി ലങ് ക്യാൻസറിന് പൂർണ്ണമായി ചികിത്സിച്ച് വളരെ നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയ വഴി നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ശസ്ത്രക്രിയ അല്ലെങ്കിൽ റേഡിയേഷൻ വഴി പൂർണ്ണമായി ലങ് ക്യാൻസറിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് തന്നെയാണ്. ഈ ചികിത്സാ രീതികളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ക്യാൻസർ സെന്ററിൽ ലഭ്യമാണ്. അതെ, നമുക്ക് റേഡിയേഷൻ പറ്റി പറയുമ്പോൾ സ്റ്റീരിയോടാക്ടിക് ബോഡി റേഡിയോതെറാപ്പി എന്ന് പറയുന്ന വളരെ നൂതനമായ ടെക്നോളജിയാണ്. അതായത് ഒരു കോയിന്റെ വലിപ്പത്തിൽ പോലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് മാത്രം റേഡിയേഷൻ എടുത്ത് കരിച്ചു കളയാൻ സാധിക്കുന്നതാണ്. നെഞ്ച് മുഴുവൻ റേഡിയേഷൻ എടുക്കാതെ അസുഖമുള്ള ഭാഗം മാത്രം ടാർഗറ്റ് ചെയ്ത് റേഡിയേഷൻ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും, അഡ്വേഴ്സ് ഇഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. അതെ അതെ. ക്യാൻസർ ഇനി ഇത് നമ്മുടെ ഏർലി സ്റ്റേജ് ക്യാൻസർ. അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസറിന് എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനാണ് കൂടുതൽ റോൾ ഉള്ളത്. ഞങ്ങൾ ഏറ്റവും ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നെഞ്ചിലുള്ള കഴലുകളിൽ ഒത്തിരി അസുഖം ഉണ്ടെങ്കിൽ അതൊരു സിസ്റ്റമിക് ഡിസീസ്, അതായത് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സഹായം വേണ്ടത്, അതായത് മെഡിക്കൽ ഓങ്കോളജിന്റെ സഹായം വേണ്ടത് അപ്പോഴാണ്. അപ്പൊ നമ്മൾ എന്താണ് അതിനുള്ള ഓപ്ഷൻസ് വേണം? നമുക്കിപ്പം നൂതനമായിട്ടുള്ള സർജിക്കൽ ടെക്നിക്സ് പറഞ്ഞതുപോലെ തന്നെ കീമോതെറാപ്പിയിലും നമുക്ക് നൂതനമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ലങ് ക്യാൻസറിന്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ്. സാധാരണ കൺവെൻഷണൽ കീമോതെറാപ്പിയുടെ കൂട്ടത്തിൽ ഈ ടാർഗറ്റഡ് തെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീമോ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പിയും കീമോതെറാപ്പിയും കൂടി ചേർന്നിട്ട് നമ്മൾ ഉള്ള ചികിത്സ കൊടുക്കുന്നു. സർജറിക്ക് മുന്നായിട്ട് ഇതിനെ അസുഖത്തിന് ചുരുക്കാൻ വേണ്ടി നമ്മൾ കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും കൂടെ കൊടുത്ത് അസുഖം ചുരുങ്ങിയതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ട് സർജറി ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ. ഇനി ഇതൊരു ലോക്കലി അഡ്വാൻസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ സിസ്റ്റമിക് ഡിസീസ് ആവാൻ സാധ്യതയുള്ള ഒരു അസുഖത്തിനെ ആണ് നമ്മൾ അങ്ങനെ ചികിത്സിക്കുന്നത്. ഇനി നേരെ മറിച്ച് അതൊരു അസുഖം പലപ്പോഴും നമ്മൾ കാണുന്ന 4ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ, അസുഖം മറ്റുള്ള അവയവങ്ങളിലേക്ക് പടർന്നിട്ടുള്ള രീതിയാണെങ്കിൽ പിന്നെ നമ്മുടെ ചികിത്സാ രീതി അതിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റുക എന്നതിനേക്കാൾ ഉപരി അതിനെ ഒന്ന് നിയന്ത്രിച്ച് വെക്കുക എന്നുള്ളത്. അവിടെയാണ് ഞങ്ങളുടെ റോൾ പിന്നെയും വരുന്നതെന്ന് തോന്നുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു അഡിനോകാർസിനോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വകഭേദം, ഒരു ക്യാൻസറിന്റെ ഒരു ലങ് ക്യാൻസറിന്റെ ഒരു വകഭേദത്തിൽ ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ നമ്മൾ അതൊരു ചില ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഗുളിക രൂപത്തിലുള്ള മരുന്നുകൾ മാത്രം എന്ന് പറഞ്ഞാൽ വലിയ ടോക്സിക് ആയിട്ടുള്ള കീമോതെറാപ്പി ഇല്ലാതെ ഗുളിക രൂപത്തിലുള്ള മരുന്നുകൾ കൊണ്ട് മാത്രം അസുഖത്തിനെ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിൽ വരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വർഷങ്ങളോളം ഈ ഗുളിക കഴിച്ചു പോകും, വലിയ ടോക്സിസിറ്റി ഒന്നും ഇല്ലാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഈ ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അവർക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള മരുന്ന് അത് കീമോതെറാപ്പിയുടെ കൂടെയോ ഒറ്റയ്ക്കോ പേഷ്യന്റിന്റെ രോഗിയുടെ ആരോഗ്യസ്ഥിതിയും അസുഖത്തിന്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഈ പ്രത്യേകം ഇതിന് ടാർഗറ്റഡ് തെറാപ്പിയുടെ ഇമ്മ്യൂണോതെറാപ്പിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പണ്ട് മുതൽ കേട്ട് വന്നിട്ടുള്ള കീമോതെറാപ്പിയുടെ ദൂഷ്യഫലങ്ങൾ, മുടി പോകുക, ഛർദ്ദിക്കുക, അല്ലെങ്കിൽ കൗണ്ട് കുറഞ്ഞു പോവുക, അങ്ങനത്തെയൊക്കെ കീമോതെറാപ്പിയുമായിട്ട് നമ്മൾ സാധാരണ ലിങ്ക് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിന് വളരെ കുറവാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ രോഗികൾ പലപ്പോഴും വന്ന് ഈ മരുന്നുകൾ എടുത്തിട്ട് അവർ സാധാരണ രീതിയിലുള്ള ജീവിതം നയിക്കുക, അവർ സാധാരണ പോലെ ജോലിക്ക് പോവുക, അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളവരുണ്ട് ഇപ്പോൾ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ ഓങ്കോളജിയിലുള്ള നമ്മുടെ കീമോതെറാപ്യൂട്ടിക് ഏജൻസിലുള്ള ഒരു അഡ്വാൻസ്മെന്റ് എന്ന് തോന്നുന്നു. അത് ഇപ്പൊ ഈ മരുന്നുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ രോഗികൾ സന്തോഷമായിട്ട് വന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു 4ാമത്തെ ഒരു സ്റ്റേജിലെ ലങ് ക്യാൻസർ ഒരു ഡെത്ത് സെന്റൻസ് ആണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് മാറ്റി എഴുതാൻ പറ്റും. വർഷങ്ങളോളം പ്രശ്നങ്ങളില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇപ്പൊ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ ലങ് ക്യാൻസറിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതിന് അഖിലിന്റെ അഭിപ്രായം എന്താണ്? പറഞ്ഞ പോലെ സ്മോക്കിംഗ് സെസേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് പുകവലി നിർത്തിയാൽ തന്നെ ലങ് ക്യാൻസർ തടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാൾ പുക വലിക്കാതെ ഇരുന്നാൽ അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. എന്നാൽ പുകവലിക്കുന്ന ഒരാൾ ഇന്ന് നിർത്തിയാൽ ഒരു 10-40 വർഷത്തിനുള്ളിൽ അയാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുക വലിക്കുന്നവര് വലിക്കാതിരിക്കുക, വലിക്കുന്നവർ ഇനി വലിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുക എന്നല്ലാതെ ഇന്ന് മുതൽ നിർത്തുകയാണെങ്കിൽ ലങ് ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ പറ്റും അല്ലേ? അതുകൂടാതെ എൻവയൺമെന്റൽ പൊല്യൂഷൻ, അതായത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. നമ്മുടെ വെഹിക്കിൾസിന്റെ പൊല്യൂഷൻ ലെവൽ അല്ലെങ്കിൽ അതിന്റെ റെഗുലേഷൻസ് പ്രോപ്പർ ആയിരിക്കുക. അതുപോലെ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ വിറകുള്ള അടുപ്പ് ഉപയോഗം കുറച്ച്
റിന്യൂവബിൾ എനർജീസിലേക്ക് മാറുക. കാരണം പുക ഏത് രൂപത്തിലായാലും ക്യാൻസർ ഉണ്ടാക്കാനുള്ള റിസ്ക് കൂട്ടുന്നതാണ്. ലങ് മാത്രമല്ല പല ക്യാൻസറുകളിലും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അത് തന്നെയല്ല ലങ് ക്യാൻസർ അല്ലാത്ത അസുഖവും ഉണ്ടാക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഇതുപോലുള്ള ഗവൺമെന്റ് റെഗുലേഷൻസും നമ്മുടെ ജീവിതത്തിലുള്ള പ്രാക്ടീസ് വ്യത്യാസങ്ങളും ലങ് ക്യാൻസറിനെ തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ ലങ് ക്യാൻസർ തീം സ്ട്രോങ്ങർ ടുഗദർ, യുണൈറ്റഡ് ഫോർ ലങ് ക്യാൻസർ അവയർനെസ്. നമുക്ക് ഒരുമിച്ച് നിന്ന് ലങ് ക്യാൻസറിനെ തടയാം.